ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ എണ്ണ കാച്ചണ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചണയ്ക്ക് ചെടികൾ പൊട്ടിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെടികൾ വെച്ചാൽ ഇതാ വേപ്പിൻ്റെ ഇല പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വേപ്പിൻ്റെ ഇല പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് കഞ്ഞുണ്ണി വേണം, പിന്നെ ഒരു കറ്റാർ വാഴ വേണം. കറ്റാർ വാഴ നമ്മളവിടെ കറ്റാർ വാഴ നമ്മളവിടെ ഉണ്ട്. അപ്പൊ ഇതൊന്നും വേണ്ട, നാരങ്ങൻ്റെ ഒന്നും പറ്റൂല. അതൊന്നും വേണ്ട മോളെ. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല വേണം. നമ്മൾ പൊട്ടിച്ചു. പിന്നെ ഇനി എന്താ മാമ? ഈ രസം മൈലാഞ്ചില പൊട്ടിക്കണേ. പൊട്ടിച്ചോ? ഇതിന്റെ കടക്ക പൊട്ടിച്ചോ നിങ്ങള്? നല്ല മരം നല്ലപ്പോ എന്തേ കുറച്ചു കൊത്തിട്ടതാണ്. നല്ല മരണ്ടായി. അപ്പൊ മമ്മ കുറച്ചു കൊത്തിട്ടതാണ്. അപ്പോൾ ഇതാ ഞാനിത് മൈലാഞ്ചി പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ മൈലാഞ്ചിക്ക് കുറച്ച് മൈലാഞ്ചി പൊട്ടിക്കണുള്ളൂ. മൈലാഞ്ചിൻ്റെ ഇലയാണ്, മൈലാഞ്ചി അല്ല മൈലാഞ്ചിൻ്റെ ഇലയാണ്. അപ്പം ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ മൈലാഞ്ചിൻ്റെ മരം. അപ്പം മൈലാഞ്ചി ഇല പൊട്ടിക്കുകയാണ്. അപ്പോൾ കുറച്ച് പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇമ്മച്ചീനെ വിളിച്ചു എന്തൊരു സംഭവം കാണിച്ചു തരാനായിട്ട്. അപ്പം എന്താ നോക്കിയപ്പോൾ ഇതാ ഇടയിൽ പോയിട്ട് ഇതാ ഒരു ചീനമുളക് ഉണ്ടായിക്കണം. നല്ല പച്ചയാണ്, എന്നാൽ പഴുത്തതുമല്ല, നല്ല വലിപ്പമുണ്ട്. അപ്പം അമ്മ അറിഞ്ഞ് പൊട്ടിച്ചു ചീഞ്ഞ് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചു. അപ്പം ഇതാ ഞാൻ പൊട്ടിച്ചു. മമ്മ ഈ പിടിച്ച കാണിച്ചതിന് ചുവന്ന പൂള ഉണ്ടായിരുന്നു. അപ്പം ചുവന്ന പൂളയുടെ അതാണ് മമ്മ കാണിച്ചു തരുന്നത്. അപ്പം അതാ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ അമ്മ ചീനമുളക് പൊട്ടിക്കുന്നുണ്ട് കേട്ടാ. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പഴുത്തൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ അമ്മക്കൊണ്ട് കൊടുത്തുട്ടാ. ഉമ്മ ഇതാ പറഞ്ഞിട്ട് പിന്നെ ഉമ്മ പറയണത് അവിടെ ചെമ്പരത്തി ഉണ്ട്, ചെമ്പരത്തി പൊട്ടിക്കാനായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഉമ്മച്ച് കാണിച്ചത്, ഒന്ന് രണ്ടെണ്ണം തോന്നുന്നു പഴുത്ത ചീനമുളക്, പിന്നെ വേപ്പിൻ്റെ ഇല അതിൻ്റെ ചെറുതുണ്ടായിരുന്നു. പിന്നെയും ചീനമുളക്, പച്ച, ഇത് നാരങ്ങമരം. അപ്പം ഞാൻ നേരെ ചെമ്പരത്തി പൊട്ടിക്കാൻ പോയിട്ടാ. ചെമ്പരത്തി പൊട്ടിക്കാൻ പോയി. അപ്പം ചെമ്പരത്തി പൊട്ടിക്കുകയാണ് ഞാൻ. ഇതാ ചെമ്പരത്തി പൊട്ടിച്ചു. ഞങ്ങൾ ഈ എണ്ണ കാച്ചുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ചെമ്പരത്തിൻ്റെ മുട്ട് പൊട്ടിച്ചു, ചെമ്പരത്തി പൊട്ടിച്ചു. ഓക്കേ, പിന്നെ ഞങ്ങളത് മമ്മക്ക് കൊണ്ട് കൊടുത്ത്. പിന്നെ മമ്മ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ. അതാ പിന്നെ ഇമ്മ വിളിച്ചു. എന്തിനാന്ന് വെച്ചാൽ അവിടെ എന്തോ പയറ് കാണിക്കാനായിരുന്നു. പയറ് നമ്മളുണ്ടല്ലോ മണിപ്പയറല്ല പയറ് തന്നെ. അതാ പയറ് പൊട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ. പയറൊക്കെ വീട്ടിലുണ്ടാക്കി തന്നെ കേട്ടോ. കൃഷി ഒരുവിധമുള്ള കൃഷിയൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ട്. അതാ കൃഷി അറിയണേ. പയറ് പൊട്ടിച്ച് ഞാനും പൊട്ടിച്ചിട്ടാ രണ്ടെണ്ണം. പിന്നെ അത് അമ്മ എല്ലാം കൂടി എൻ്റെ കഴിക്കുന്നു. അപ്പം അതാ പിന്നെ മത്തൻ്റെ വള്ളിയാട്ടോ അതാ പോയത് വിറകും പെരൻ്റെ മേലെ കൂടെ. വേപ്പിൻ്റെ ഇല പൊട്ടിക്കുന്നുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാട്ടാ. പിന്നെ ഞങ്ങളെ വീട്ടിലുള്ളതാണ്. പിന്നെ ചീരൻ്റെ ഇല ഉണ്ട്. ഇതിൻ്റെ പേര് ചീര. ഞങ്ങളെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു വിധമുള്ള കൃഷിയൊക്കെ ഉണ്ട്. ഇത് വഴുതനങ്ങൻ്റെ മരം, പിന്നെ അതേപോലെ തക്കാളിൻ്റെ ചെറിയ മരം ഉണ്ട്.
അപ്പം ഇമ്മമ്മേ അതിൻ്റെ ഇടയിൽ കുഞ്ഞൊരു മത്ത, ഞാൻ പറഞ്ഞില്ല നേരത്തെ മത്തവള്ളി ഉണ്ടെന്ന്. അപ്പം അമ്മമ്മ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞൊരു മത്ത ഉണ്ടാവണ കാണിച്ചു തന്നിട്ടാ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ പേടി മഴ കാരണം അപ്പം അതൊക്കെ ഇതിൻ്റെ ഇല തന്നെ വാടിപ്പോയിതാ. ഇവിടെയും ചീനമുളക് ഉണ്ട്. ഇതാണ് ഒരു വഴുതനങ്ങൻ്റെ മരം. അമ്മ അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു ചീനമുളക് കൂടി കാണിച്ചു തന്ന്. പിന്നെ തെച്ചിപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തെച്ചിപ്പൂ എണ്ണയ്ക്ക് വേണമല്ലോ, അപ്പോൾ നിങ്ങൾ തെച്ചിപ്പൂ പൊട്ടിക്കാൻ പോയി. തെച്ചിപ്പൂ മാത്രമല്ല, തെച്ചിപ്പൂവിൻ്റെ മുട്ടും വേണം കേട്ടോ. ആ മുട്ടും പൂവും വേണം. അപ്പോൾ തെച്ചിപ്പൂവും പൊട്ടിച്ചിട്ടുണ്ട്. ഇതാ അമ്മച്ചി തെച്ചിപ്പൂ പൊട്ടിച്ചു, തെച്ചിൻ്റെ മുട്ടും പൊട്ടിച്ച്. പിന്നെ ഞങ്ങളിവിടെ മാങ്ങമരം കേട്ടോ. നല്ല നമ്മൾ ഒരു വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ എൻ്റെ ചാനലിൽ ഒരു മാങ്ങേൻ്റെ വീഡിയോ ഇട്ട്, അപ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വേപ്പിൻ്റെ ഇല ഉണ്ട്. പിന്നെ കഞ്ഞിക്കൂർക്കറി, അപ്പോൾ അതുണ്ടായ ഇല. പിന്നെ ഇവിടെയും ചേമ്പുണ്ട്, അതേപോലെ ഇവിടെയും പച്ചമഞ്ഞൾ. ഇവിടെ വള്ളി വയ്ക്കണു കാവത്ത്. അങ്ങോട്ടൊക്കെ പപ്പായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അമ്മച്ചി ഇതാ ഇക്ക് കറ്റാർവാഴ പൊട്ടിക്കുകയാണ് എണ്ണയ്ക്കിട്ടാ. കറ്റാർവാഴ പൊട്ടിച്ചു നല്ല മുറിച്ച് ദാ ഒക്കെ സെറ്റാക്കി. പിന്നെ ഇത് ചാമ്പക്കന്മാരാട്ടോ. അപ്പം നമ്മളെല്ലാ സാധനങ്ങളും എണ്ണയ്ക്ക് വേണ്ട പൊട്ടിച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും കേട്ടോ. എണ്ണ കാച്ചാനുള്ള സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മൈലാഞ്ചിരി അല്ലാതാ എണ്ണ കാച്ചാനുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. വേപ്പിൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇലയിൽ. പിന്നെ തെച്ചിപ്പൂ, അതിൻ്റെ മുട്ടുണ്ട്. പിന്നെ മറ്റേ ചെറിയ തെച്ചിതാ. പിന്നെ മൈലാഞ്ചിരി അല്ലതാ. കഞ്ഞുണ്ണി ഉണ്ട്. പിന്നെ ഒരു പിടി നല്ല ചീരകം ഇടുക, ഒരു പിടി കരിഞ്ചീരകം ഇടുക, ഒരു മണി ഉലുവ ഇടുക, അതേപോലെ ലേശം കറ്റാർവായും ഒരു ലേശം ഉള്ളി ഇടുക. ഇതിട്ടിട്ട് ഒക്കെ കൂടി അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കണം. ചെമ്പരത്തി പൂവാണ് ഇത്, ചെമ്പരത്തി പൂവ്. ഇത് തെച്ചിപ്പൂവ്. ഇതെല്ലാം കൂടി അരച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഞാൻ എണ്ണ കാച്ചുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ എണ്ണ കാച്ചാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ച ഈ കലക്കം ചട്ടിയിലേക്ക് ഒഴിക്കണം. മൂത്ത് വരുമ്പോൾ, ഈ കലക്കൊരു വിധം മൂത്ത് വരുമ്പോൾ എണ്ണ അരിക്കണ്ട് ഒഴിക്കാം. അപ്പോൾ കലക്ക ഒഴിച്ചിട്ടാ ജീരകം ഇടുന്നുണ്ട് കേട്ടോ. ഒരു പിടി നല്ല ജീരകം ഇടുന്നുണ്ട്. നല്ല ജീരകം, ചെറിയ ജീരകം എന്നും പറയും, നല്ല ജീരകം എന്നും പറയും. ഒരു പിടി ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. അക്കൂടെ തലക്കൊരു തണുപ്പുമാണ്, മുടി വളരാനും നല്ലതാണ്. ഇതൊക്കെ ഉണ്ട് മൂത്ത് വരുമ്പോൾ ലേശം എണ്ണ ഉണ്ട് ഒഴിച്ചൊക്കെ. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ പിന്നെ ഇതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ